86 മുതൽ ഇവിടെ റബ്ബർ കൃഷിയും ഇത് കന്നാര കൃഷിയൊക്കെ ചെയ്ത സ്ഥലമാണ്, എൻ്റെ സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പം കാണാം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റബ്ബർ തൈ കാണുന്നുണ്ടോ? അതപ്പം 300 തൈ വെച്ചാണ്. അതുപോലെ 2-3 റബ്ബർ തൈയേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആന കയറിയിട്ട് നിരപ്പാക്കി. ഇപ്പം ഇത് വനം പോലെ ആയിപ്പോയി. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിൽ കാട്ടാനകളുടെ ശല്യം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ തന്നെ ക്ണാച്ചേരി, പിണവൂർക്കുടി, കല്ലേലിമേട്, വടാട്ടുപാറ, മാമലക്കണ്ടം ഭാഗങ്ങളിലാണ് കാട്ടാന ശല്യം കൂടുതൽ. ഇതിനൊരു പരിഹാരം നാളുകളായി ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുമുണ്ട്. ഒടുവിൽ ഡിസംബറിൽ എൽദോസ് മരിച്ചതോടെ നാട്ടുകാരുടെ പിടിവിട്ടു. വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് അന്ന് രാത്രി സാക്ഷിയായത്. അവസാനം എറണാകുളം ജില്ലാ കളക്ടർ നേരിട്ടെത്തി നൽകിയ ഉറപ്പിന്മേൽ ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് ട്രെഞ്ചിങ്ങും ഫെൻസിങ്ങും സ്ഥാപിക്കാനുള്ള ജോലികൾ തുടങ്ങിയത്. മുൻകാലങ്ങളിൽ ട്രെഞ്ച് താത്തിയതൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. അത് കുറച്ച് വീതിക്ക് ചെയ്തിരുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ട്രെഞ്ച് താത്തുന്ന കണ്ടിട്ട് ഇത് ആന ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞ് മണ്ണ് വീണ് ഇത് നകന്ന് ആനയ്ക്ക് കയറാവുന്ന വിധത്തിലാണ് ഈ ട്രെഞ്ച് താത്തിയിരിക്കുന്നത്. സോളാറിൻ്റെയാണ് ഫെൻസിങ് ഇവിടെ ചെയ്യുന്നത്. ഫോറസ്റ്റ് ചെയ്യണ ഈ ഒരു സംവിധാനം ഇത് ചെയ്ത് വെച്ചിട്ട് അവർ പോകുന്നതല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഇത് ആന ഈ സംഭവം ഒരു മരം പടത്തിയിട്ടോ ഈ സംഭവം പോയി, പിന്നെ അത് അതേപടി അവിടെ കിടക്കും. ഇത് തുടർന്ന് ആന ഇതുവഴി കയറി വീണ്ടും ഈ ആക്രമണം നടത്തും. ഇതാണ് ഇപ്പം നിലവിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ ട്രെഞ്ചിങ്ങിന് ഇടിച്ച് നിരത്തിയിട്ട് ആന കയറുന്ന പറഞ്ഞത്. ഫെൻസിങ് ഇട്ടാൽ തന്നെ ഫെൻസിങ് ഇവിടെ കുറേ ഗവൺമെൻറ് പൈസ കുറേ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഫെൻസിങ് ഇട്ട് അതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് നോക്കുന്നു, അതിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും സമയത്തൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിണവൂർക്കുടി, ക്ണാച്ചേരി ഭാഗങ്ങളിൽ 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ട്രെഞ്ചിങ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുവരെ പൂർത്തിയാക്കാനായത് 1/2 കിലോമീറ്റർ മാത്രം. മണ്ണിന്റെ സ്വഭാവവും പാറക്കല്ലുകൾ സൃഷ്ടിക്കുന്ന തടസ്സവുമാണ് ജോലി ഇഴഞ്ഞു നീങ്ങാനുള്ള കാരണമായി അധികാരികൾ പറയുന്നത്. ട്രെഞ്ച് സ്ഥാപിക്കുമ്പോഴും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരവുമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിനു പാമ്പയ്ക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.